മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ വേണം ക്ലച്ചിൽ എടുക്കാൻ. ചലനത്തിലായിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീല് നേരെയാക്കി വിട്ടാൽ ഇതുപോലെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്കൊരു വാഹനം എടുക്കാൻ സാധിക്കും. തിരക്കുള്ളപ്പോൾ എല്ലാവർക്കും ഒരു വാഹനം, അതുപോലെ സിറ്റിക്കകത്തോടെ ഒരു വാഹനം ഓടിക്കാനെല്ലാം പേടിയാണ്. കൃത്യമായിട്ട് ഗിയറുകളൊക്കെ ഡൗൺ ചെയ്തു, അതുപോലെ തന്നെ ഒരു ജംഗ്ഷനുകളിൽ വരുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടണോ ഗിയർ മാറ്റണോ എന്നുള്ള സംശയങ്ങളാണ് പലർക്കും. ഇതുപോലെ നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. ഇന്ന് ക്ലാസ് ഇറങ്ങുന്നത് മാടനട, കൊല്ലം മാടനട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഇതുപോലെ തിരക്കുള്ളപ്പോഴും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൃത്യമായിട്ട് വാഹനങ്ങൾ കിടക്കുമ്പോഴും ക്ലച്ചാണോ ബ്രേക്കാണോ ജഡ്ജ്മെന്റ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കൺട്രോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ ഒരു വാഹനങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും നമ്പർ പ്ലേറ്റ് നോക്കി എന്ത് ചെയ്ത് നിർത്തരുത്. നിങ്ങളുടെ ആ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ ടയർ കാണാതെ വരുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ നിർത്തി കൊടുക്കുക. ഏത് സൈഡിലോടാണ് ചേർന്ന് നിങ്ങൾ ആ സൈഡ് തന്നെ ചേർന്ന്. പ്രത്യേകിച്ച് നിങ്ങൾ ഇതുപോലെ തിരക്കുകളും വാഹനങ്ങൾ ഒരുപാടുള്ളപ്പോൾ എന്ത് ചെയ്യരുത്, എത്രയും നമ്മളെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഓടിക്കാമോ അത് തന്നെ ഇന്ന് ഓടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി നമ്മുടെ സ്ലോ ആയിട്ടുണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ഗിയറുകൾ നിങ്ങൾ മറന്ന് എന്ത് ചെയ്യരുത്, ഓടിക്കരുത്. നമ്മുടെ വാഹനത്തിന്റെ ഗിയർ ഇപ്പം ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുക. ഇതുപോലെ വലിയ വാഹനങ്ങൾ KSRTC കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് സ്റ്റിയറിംഗ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുകയോ എന്നും ചെയ്തു കളയരുത്. നിങ്ങളെ വണ്ടി ഇടിക്കാൻ വരുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. കാരണം അതിന്റെ ട്രിക്കും ടിപ്സുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇയാളും ഇതുപോലെ തന്നെ എന്റെ വീഡിയോ കണ്ടപ്പോൾ എന്നോട് ഇതുപോലെ ആ മെസ്സേജ് ഒക്കെ ആയിട്ട് ഇതുപോലെ ആ ട്രിക്കും ടിപ്സ് ഒന്ന് പറയാമെന്ന് ചോദിച്ചു. വീഡിയോ പറഞ്ഞാൽ പോലെ അത് ഞങ്ങൾ പഠിക്കത്തില്ല എന്ന്. ആ ട്രിക്കും ടിപ്സ് എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റുമോ? ആ ട്രിക്കും ടിപ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ആ മിസ്റ്റേക്ക്, ആ ട്രിക്കിംഗ് ടിപ്സ് പറഞ്ഞ പോലെ വാഹനം ഓടിക്കത്തില്ല നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരുപാട് വീഡിയോ ഇങ്ങനെ തന്നെ ഇടാനുള്ള കാരണം നിങ്ങളുടെ മിസ്റ്റേക്കുകൾ അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ 3-4 പേരുടെ പ്രാക്ടീസ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തത്. അപ്പൊ ആ മിസ്റ്റേക്ക് അല്ല നിങ്ങളുടെ, അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിലൂടെ ഞാൻ പറയാത്തതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ലെങ്കിൽ ഞാൻ ആ ട്രിക്കും ടിപ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു വാഹനം ഇതുപോലെ ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോഴും ഇതുപോലെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പേടിയാണ്. ഞാൻ പല വീഡിയോ ഇപ്പൊ ഇത് തന്നെ ഞാൻ ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇതേ പേടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വാഹനം നിർത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് പതിയെ വേണം ക്ലച്ചിൽ നിന്ന് എടുക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, പതിയെ എടുത്ത് വിടുക. നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടരുത്. ഗ്യാപ്പിനകത്തോട്ട് കയറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാവും, ക്ലച്ചിൽ നിന്ന് എടുത്തോണ്ട് ഓടാതെ ചെയ്യരുത്. ചലനത്തിലായിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീല് നേരെയാക്കി വിട്ടാൽ ഇതുപോലെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്കൊരു വാഹനം എടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് നേരെയാണ് കൈ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ചിലൊക്കെ എടുത്ത് വണ്ടി ഓടി. ഇങ്ങനെ സ്പേസ് കുറഞ്ഞ സ്ഥലത്തും ഒക്കെ വണ്ടി എടുക്കുന്ന സമയത്തെല്ലാം ബുദ്ധിമുട്ടുകളും പേടികളെല്ലാം തോന്നുന്നത്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ക്ലച്ചിൽ എടുത്തിട്ട് ഓടരുത്. ഇതുപോലെ വീട്ടിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണം. എന്നിട്ട് നമുക്ക് റൈറ്റിലോട്ട് ആക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കിയതിനു ശേഷം ക്ലച്ച് നമ്മൾ പകുതി എടുത്തോണ്ട് ആ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് കയറേണ്ടത് ആയതിനു ശേഷം വീലും നേരെ ആക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, ക്ലച്ചിന് മുഴുവനും എടുക്കാവും. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കൊണ്ടുവന്ന വാഹനം നമുക്ക് എവിടെയാണോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് അതേപോലെ കൃത്യമായിട്ട് നമുക്ക് വീടിനുള്ളിലും കയറ്റി ഇതുപോലെ നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്